സോ ഇന്നത്തെ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ രണ്ട് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഒന്ന് റെഫ്രിജറേഷൻ ഫ്രീസിങ് പറഞ്ഞ ടോപ്പിക്കും പിന്നെ ലാസ്റ്റത്തെ ഒബ്ജക്റ്റീവ് മെത്തേഡ്സോ. സോ ഫസ്റ്റ് നമുക്ക് റെഫ്രിജറേഷൻ ആൻഡ് ഫ്രീസിങ് നോക്കാം. സോ ഈ ഒരു പോർഷൻ അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, റെഫ്രിജറേഷൻ ആൻഡ് ഫ്രീസിങ് എന്നുള്ളത്. അതായത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യണതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ ഒരു സെഷൻ ആണ്. ചെറിയൊരു സെഷൻ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ഇതിൽ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. സോ അതിൽ നിന്നൊന്നും അത്ര കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ജനറൽ ആയിട്ട് റെഫ്രിജറേഷൻ ഫ്രീസിങ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒരേ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അത് മെയിൻ ആയിട്ടും അതിന്റെ ഡെഫിനിഷൻ ബേസിസിലാണ്. റെഫ്രിജറേഷൻ ഫ്രീസിങ് എന്നുള്ള ആ ഒരു ഡിഫറൻസ് ബേസിസിലാണ് ഇതുവരെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ വരാറുള്ളത്. സോ അപ്പോൾ നിങ്ങൾ എന്താണ് കൺഫ്യൂഷൻസ് ഇല്ലാതെ ഈ ഒരു സെഷനിൽ എന്താണ് കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ റെഫ്രിജറേഷൻ ആൻഡ് ഫ്രീസിംഗ് എന്ന് ഇപ്പോൾ ടോട്ടലി 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന് തന്നെ ഒരു വർഷം 4 ക്വസ്റ്റ്യൻ 23-ൽ 4 ക്വസ്റ്റ്യൻസ് ഈ റെഫ്രിജറേഷൻ ഫ്രീസിംഗിൽ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് റെഫ്രിജറേഷൻ എന്നുള്ള കാര്യം, റെഫ്രിജറേഷനിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അതിന്റെ എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കും. റെഫ്രിജറേഷൻ പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിലേക്ക് ഒരു ഫുഡിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് 16°C to -2°, ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു നോർമൽ ഫുഡ് ഒരു 50°C അല്ലെങ്കിൽ 40°C ഉള്ള ഫുഡിനെ 16°C മുതൽ -2°C വരെ എത്തുന്ന ആ ഒരു ടെമ്പറേച്ചറിനാണ് എന്ത് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും ഫുഡ് എന്താകുന്നില്ല, ഫ്രീസ് ആവുന്നില്ല. അതായത് വാട്ടറിന്റെ സ്റ്റേറ്റ് മാറുന്നില്ല, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്, ടെമ്പറേച്ചർ മാത്രമേ കുറയുന്നുള്ളൂ. പിന്നെ ഈ -2ന്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ചില ഫുഡ് പ്രൊഡക്ട്സിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ്, ഷുഗർ കണ്ടന്റ് ഒക്കെ ഒരു 50-60% ഉള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ജ്യൂസ് കോൺസെൻട്രേറ്റ്സ് കാര്യങ്ങൾക്ക് അവർ ചിലപ്പോൾ -1 ആയാലും -2 ആയാലും ഒന്നും ഫ്രീസ് ആവില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്രീസിങ് പോയിന്റ് ഒന്നുകൂടെ താന്നിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ കെമിസ്ട്രി കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഒരു സോൾവെന്റിലേക്ക് അതായത് ഒരു ലിക്വിഡിലേക്ക് ഒരു സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും, ഫ്രീസിംഗ് പോയിന്റ് കുറയും ചെയ്യും. സോ അപ്പൊ ബോയിലിംഗ് പോയിന്റ് കൂടുന്നതിന് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, മറ്റേ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്നാ പറയുക. സോ ആ ഒരു കേസിലാണ് ഇവിടെ -2 വരെ വന്നത്. അപ്പോൾ ഇത് കണ്ട് തെറ്റിയിരിക്കരുത്. -2 ഒരു ഫ്രീസിംഗ് ടെമ്പറേച്ചർ ആണ് ചില ടൈപ്പ് ഓഫ് ഫുഡിന്, എല്ലാ ഫുഡിനും അല്ല. സോ ജനറലായി പറയുമ്പോൾ 0 to 16 ആ ഒരു റേഞ്ചിൽ. നമ്മുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 to 7°C ഇതിലാണ് നോർമലായിട്ട് പറയുന്നത്. പിന്നെ റെഫ്രിജറേഷന്റെ ജെന്റിലസ്റ്റ് മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് റെഫ്രിജറേഷനെയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഫ്രിജറേഷൻ വഴി ചെയ്യുമ്പോൾ ഫുഡിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും ഒന്നും എന്താണ് മാറ്റങ്ങളും ടെക്സ്ചർ, ബാക്കി ടേസ്റ്റ്, പിന്നെ കളർ കാര്യങ്ങൾക്കൊന്നും അത്ര ചേഞ്ചസ് വരില്ല. സോ അതുകൊണ്ട് ഇതിന് ജെന്റിലസ്റ്റ് മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ പറയും. ഇൻ കേസ് ട്രൈങ്ങിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരും. സോ അത് ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ജെന്റിലസ്റ്റ് മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ റെഫ്രിജറേഷൻ ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ മൈക്രോബിയൽ ഗ്രോത്ത് കുറയാണ് ചെയ്യുന്നത്. റെഡ്യൂസ്ഡ് എന്നുള്ള വാക്കാണ്, അല്ലാതെ കംപ്ലീറ്റ്ലി നിൽക്കില്ല, റെഡ്യൂസ് ആവും. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയും കുറയും, മോയ്സ്ചർ ലോസും കുറയും. അതേപോലെ കെമിക്കൽ റിയാക്ഷൻസ്, എൻസൈം ആക്ഷൻ കാര്യങ്ങളൊക്കെ അതിന്റെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. സോ കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. സോ അതാണ് റെഫ്രിജറേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ റെഫ്രിജറേഷന് എന്തൊക്കെയാണ് വേണ്ടത്, അതാണ് റെഫ്രിജറേഷൻ പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് നമ്മൾ റെഫ്രിജറേഷൻ അച്ചീവ് ചെയ്യുന്നത് വെച്ചാൽ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ സിസ്റ്റത്തിന് ഒരു ലോ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. അതായത് 4-5°C കീപ്പ് ആണ്. അതാണ് മെയിൻ്റെനൻസ് ഓഫ് ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ കൺട്രോൾഡ് ഹ്യൂമിഡിറ്റി ആൻഡ് എയർ സർക്കുലേഷൻ, അതായത് ആ ഒരു റെഫ്രിജറേഷൻ എൻവയോൺമെന്റിന്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യും വേണം. അതേപോലെ പ്രോപ്പർ ആയിട്ട് എയർ സർക്കുലേഷൻ വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ റെഫ്രിജറേറ്ററിൽ ഫാനും കാര്യങ്ങളൊക്കെ ലാർജ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെ ആകുമ്പോഴാണ് ഈവൻ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഹ്യൂമിഡിറ്റിന്റെ കേസ് 80 to 95 ആണ്. അപ്പോൾ 80ന്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഫുഡ് ഡ്രൈ ആവും. സോ ടെക്സ്ചറും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം വരും. പിന്നെ ഹ്യൂമിഡിറ്റി 95ന്റെ മേലെ ആവുകയാണെന്നുണ്ടെങ്കിൽ മോൾഡ് ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അറ്റ്മോസ്ഫിയർ മോഡിഫിക്കേഷൻ ആണ്. നോർമൽ ഹൗസുകളിലൊന്നും അറ്റ്മോസ്ഫിയർ മോഡിഫൈ ചെയ്യില്ല. ഇനി കൊമേഴ്ഷ്യൽ സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജോ അല്ലെങ്കിൽ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജോ യൂസ് ചെയ്യും. സോ റെഫ്രിജറേഷനിൽ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇനി ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ കാര്യങ്ങൾ, ഫുഡ് ഫ്രീസ് ആവില്ല എന്നുള്ള കാര്യം ആ ഒരു ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. പിന്നെ വരേണ്ടത് VCRS സിസ്റ്റം. എന്താ സിലബസിൽ വന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല. അതായത് എങ്ങനെയാണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന
ഒരു ഇതാണ്. ഇതിന് നമ്മൾ VCRS എന്നാ പറയാം, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അതായത് എല്ലാ റെഫ്രിജറേഷൻ സിസ്റ്റം റെഫ്രിജറേഷൻ സൈക്കിള് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് ബേസ് ചെയ്താൽ സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഫ്രിജറന്റ് ഉണ്ടാവും. ഈ റെഫ്രിജറന്റ് ആണ് നമ്മുടെ ഫുഡിനും കാര്യങ്ങളൊക്കെ കൂളാകുന്നത്. സോ ആ റെഫ്രിജറന്റ് പ്രോപ്പർട്ടി കാരണമാണ്, അതായത് പെട്ടെന്ന് ഗ്യാസായി ഇവാപറേറ്റ് ചെയ്യാനും അതേപോലെ പെട്ടെന്ന് ലിക്വിഡ് ആവാനുള്ള കഴിവ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ റെഫ്രിജറന്റ് ചൂസ് ചെയ്യുന്നത്. അതാണ് ഫ്രിയോൺസ് കാര്യങ്ങളൊക്കെ. പിന്നെ ആ റെഫ്രിജറന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോ ഈ റെഫ്രിജറേഷൻ സൈക്കിളിൽ ഈ റെഫ്രിജറന്റ് ഇങ്ങനെ ഒരു സൈക്കിളിൽ ഇൻവോൾവ് ആവും. അതായത് ആ സൈക്കിളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് റിലീസ് ചെയ്യും. സോ അങ്ങനെയാണ് മെയിൻ ആയിട്ട് എന്താണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ അതെങ്ങനെയാന്ന് പറയാം. സോ അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് റെഫ്രിജറന്റ് ആണ്. പിന്നെ വേണ്ടത് ഈ റെഫ്രിജറന്റിനെ ഈ 4 കോമ്പണൻസിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അതാണ് കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപറേറ്റർ. സോ ഇതൊരു സൈക്കിളാണ്. അപ്പൊ എവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ഓർഡർ ഒരിക്കലും തെറ്റിക്കരുത്. കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപറേറ്റർ. ആദ്യം എന്താണ്, കംപ്രസറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, റെഫ്രിജറന്റിനെ പാസ് ചെയ്യും. അതൊരു വേപ്പർ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു റെഫ്രിജറന്റ് കംപ്രസറിലൂടെ പാസ് ചെയ്യുമ്പോൾ കംപ്രസർ പേരിൽ തന്നെ നന്നായിട്ട് കംപ്രസ് ചെയ്യും. അതിന്റെ പ്രഷർ കൂട്ടും. പ്രഷർ കൂടുന്നത് കൂടെ അതിന്റെ ടെമ്പറേച്ചറും കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്നതിന് സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറന്റ്, അതായത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഉള്ള വേപ്പറിനെ കിട്ടും. റെഫ്രിജറന്റ് വേപ്പറായി മാറി. ഇതിന് നമ്മൾ നേരെ കണ്ടൻസറിലൂടെ പാസ് ചെയ്യും. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ കൂൾ ചെയ്യുന്ന ഒരു ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതേ മെക്കാനിസം തന്നെയാണ്. ചുറ്റുമെന്നെങ്കിലും വാട്ടറോ ആ ഒരു മെത്തേഡിൽ അതിനെ കൂൾ ചെയ്യും. അപ്പൊ എന്തായി, നമ്മുടെ ഗ്യാസ് എന്തായി മാറി, ലിക്വിഡ് ആയി മാറി. സോ എന്താണ്, ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ട് മാറി. ഹൈ ടെമ്പറേച്ചറുള്ള ഗ്യാസ് ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ആയിട്ട് മാറി. പക്ഷെ പ്രഷറിന് ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. സോ ആ പ്രഷർ കുറക്കാൻ വേണ്ടി നമ്മൾ എക്സ്പാൻഷൻ വാൽവിടെ കട്ട് ചെയ്യും. സോ എക്സ്പാൻഷൻ വാൽവ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈ പ്രഷർ ആയിട്ടുള്ള ലിക്വിഡിനെ എക്സ്പാൻഡ് ചെയ്യാൻ ചെയ്യുന്നത്. സോ അങ്ങനെ എക്സ്പാൻഡ് ആകുമ്പോൾ അതിന്റെ പ്രഷർ കുറയും. അപ്പൊ നമുക്ക് ലോ പ്രഷർ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറന്റ് നമ്മുടെ ഇവാപറേറ്ററിലൂടെ പാസ് ചെയ്യും. ഈ ഇവാപറേറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ റെഫ്രിജറന്റ് എന്താണ്, റെഫ്രിജറന്റ് സംഭവം എന്താണ്, ഭയങ്കര ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, വെരി ലോ ടെമ്പറേച്ചറിലാണ്. നമ്മുടെ ഫുഡ് എൻവറോൺമെന്റ് ഉള്ളത് ഈ ഇവാപറേറ്ററിനെ ഫേസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ ആയിരിക്കും ഫുഡ് ഉണ്ടാവുക. ഈ ഫുഡ് എന്താണ്, ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഫുഡിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി 40 ഡിഗ്രി ഈ ഒരു റെഫ്രിജറന്റ് മൈനസ് റേഞ്ചിലായിരിക്കും. റെഫ്രിജറന്റ് ആട്ടോ, അല്ലാതെ എൻവയോൺമെന്റ് അല്ല. അപ്പൊ റെഫ്രിജറന്റ് ഭയങ്കര ലോ ടെമ്പറേച്ചറിലായിരിക്കും ഉണ്ടാവുക. സോ നല്ലൊരു ഹീറ്റ് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ഈ എൻവയോൺമെന്റിലുള്ള ഇപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുഡിന്റെ ഹീറ്റ് ഇവർ അബ്സോർബ് ചെയ്യും. സോ അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഫാന് സർക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അപ്പോൾ റെഫ്രിജറന്റ് കോൾഡ് ആയതുകൊണ്ട് എന്താണ്, അത് കൂൾ എയർ ആയിരിക്കും ഇതിൽ പാസ് ആവാം, അല്ലെ? കൂൾ എയർ പാസ് ആവും. സോ ആ കൂൾ എയർ, അതായത് വാം എയറിന് റെഫ്രിജറന്റിലൂടെ പാസ് ആകുമ്പോൾ അത് കൂൾ എയർ ആവും. ആ എയർ എന്താണ്, ഇതിനെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് കൂൾ ആവുന്നത്. അപ്പൊ ഇവർ ഈ റെഫ്രിജറന്റ് ഹീറ്റ് അബ്സോർബ് ആകുമ്പോൾ എന്തായി, ഗ്യാസായി മാറി. ലിക്വിഡ് ഉള്ള കാരണം ഇതിന് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ബോയിലിംഗ് പോയിന്റ് ആണ്. സോ അങ്ങനെ ഒരു ലിക്വിഡ് ഗ്യാസായി മാറി, നമ്മുടെ റെഫ്രിജറന്റ് ഗ്യാസായി മാറി. ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷറിലുള്ള ഗ്യാസായി. കാരണം നമ്മൾ പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ വീണ്ടും കംപ്രസറിൽ പോയിട്ട് ആ പ്രഷർ ഇമ്പ്രൂവ് ആക്കാൻ ചെയ്യുന്നത്. അതിന് നമ്മൾ വീണ്ടും ഹൈ ടെമ്പറേച്ചർ ആയി ഗ്യാസും. അങ്ങനെ ഈ സർക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. സോ ഒരു ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് മെത്തേഡിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഈ 4 കമ്പണൻസ് ഏതൊക്കെയാന്നുള്ള ഒരു ഓർഡറും കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യാം. ഓർഡർ നോട്ട് ചെയ്യാം. ബോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം വരുള്ളൂ. പിന്നെ ഈ പേരിൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, വേപ്പർ ആണോ പ്രഷർ കൂട്ടോ കുറവോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇതുവരെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല. അപ്പൊ റെഫ്രിജറേഷനിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളത് ഇത് മാത്രമാണ്. ബാക്കിയുള്ള കേസ് ഒന്നും അതായത് സിമ്പിൾ ആണ്. അതിൽ ടെമ്പറേച്ചർ കാര്യങ്ങൾ ചെയ്യുമാണ്. ഇനി പറയാൻ പോകുന്ന റെഫ്രിജറേഷൻ ഡിഫക്റ്റും സെയിം ആണ്. സോ ആ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതായത് ചില്ലിംഗ് ഇഞ്ചുറി ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആ ചില്ലിംഗ് ഇഞ്ചുറി എന്താണെന്ന് നോക്കുക. ഫിസിയോളജിക്കൽ ഡിസോർഡർ. ആ ഫിസിയോളജിക്കൽ എന്നുള്ള കാര്യം ചിലപ്പോൾ ഫിസിക്കൽ ഡിസോർഡർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. സംഭവം എന്താണ്, ഫിസിയോളജിക്കൽ ആണ്, ഇന്റേണൽ ബയോളജിക്കൽ ചേഞ്ച് ആണ്. ഒരു സംഭവം ചില്ലിംഗ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചില ഫുഡിന് എന്താണ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ടെമ്പറേച്ചർ ഉണ്ടാവും. നമ്മൾ കൊണ്ടുപോയിട്ട് എല്ലാ ഫുഡിനും കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. അപ്പൊ ചില ഫുഡ് അപ്പോൾ ആ ലോ ടെമ്പറേച്ചറിൽ അതിന് സർവൈവ് ചെയ്യാൻ കഴിയില്ല. സോ അതിന്റെ സെൽ ചേഞ്ചും മെറ്റബോളിസം കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അങ്ങനെയാണ് ഒരു അപ്പിയറൻസിനും കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് വരും ചില്ലിംഗ് ഇഞ്ചുറിയിൽ. അപ്പൊ അത് നമ്മൾ ചില്ലിംഗ് ഇഞ്ചുറി എന്ന് പറയും. അതെന്താണ്, ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ്. അത്
ഒക്കർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം സ്റ്റോറേജ് ടെമ്പറേച്ചറിന് താഴെ സ്റ്റോർ ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആൻഡ് വെജിന്റെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 13°C ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ സ്റ്റോർ ചെയ്യാൻ പറ്റിയത് 13°C ആണ്. അതിന് താഴെ സ്റ്റോർ ചെയ്താൽ അതിന് ചില്ലിംഗ് ഇഞ്ചുറി ഒക്കെ പറയും. അപ്പോൾ മോസ്റ്റ് പ്രൊമിനന്റ് ആയി കാണുന്നത് ഇതിലാണ്, നമ്മുടെ ബനാനയെ തന്നെയാണ്. സോ ബനാനന്റെ ഒപ്റ്റിമം സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, റിഫ്രിജറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 13°C ആണ്. അതിനെ താഴെ കൊണ്ടുവരുമ്പോൾ അതിലെന്ത് വരും? ചില്ലിംഗ് ഇഞ്ചറി വരും. പിന്നെ റിഫ്രിജറേഷൻ ഡിഫക്റ്റ് ആയി വരുന്നത് സ്റ്റാർച്ച് റിട്രോഗ്രഡേഷൻ ആണ്. സോ അത് ഓൾറെഡി നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സിന്റെ ഇതിൽ. അതായത് സ്റ്റാർച്ച് ലോ ടെമ്പറേച്ചർ റിട്രോഗ്രഡേഷൻ കൂടുതലാവും, ചില്ലിംഗ് ടെമ്പറേച്ചറിലാണ് കൂടുതലായിട്ട് റിട്രോഗ്രഡേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങൾ. സോ അത് മാത്രമാണ് റെഫ്രിജറേഷൻ ഡിഫക്ട്സിലുള്ളൂ. സോ റെഫ്രിജറേഷനിലും ഇത് മാത്രം നോട്ട് ചെയ്താൽ മതി. പിന്നെ വരുന്നത് ഫ്രീസിംഗ് ആണ്. സോ ഫ്രീസിംഗിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? ഫ്രീസിംഗ് റെഫ്രിജറേഷൻ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. അതിന്റെ സ്റ്റേറ്റ് മാറുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് വാട്ടർ ഐസായി മാറും ഫ്രീസിംഗിൽ. അത് മാത്രമാണ് മെയിൻ ഡിഫറൻസ്. ടെമ്പറേച്ചർ അതിന്റെ ഒരു ഘടകമാണെന്നുള്ളൂ. ഡെഫിനിഷൻ ബേസിസിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് എന്ത് ഫ്രീസിംഗിന്റെ മെയിൻ ഡിഫറൻസ്. അതായത് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ഐസ് ആകുമ്പോഴാണ് അത് ഫ്രീസിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ ഇപ്പോൾ -4, -5 അപ്പോൾ വാട്ടർ കംപ്ലീറ്റ്ലി ഐസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫ്രീസിംഗ് പറയാൻ പറ്റില്ല. സോ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ എന്തായി മാറും? ഐസായി മാറും. സോ അതിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ്, ആ ഫുഡിന്റെ ഫ്രീസിംഗ് പോയിന്റിന്റെ താഴെ ആയിരിക്കും. സോ പല ഫുഡിനും പല ഫ്രീസിംഗ് പോയിന്റ് ആണ്. സോളിഡ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഫുഡിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഭയങ്കര കുറവായിരിക്കും. സോ അപ്പോൾ എല്ലാതും കൊണ്ടും എല്ലാ ഫുഡും മോസ്റ്റ് പ്രോബബിൾ എല്ലാ ഫുഡും ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -18°C ആണ്. സോ -18°C മോസ്റ്റ് ഓഫ് ദ ഫുഡിന്റെ ഫ്രീസിംഗ് പോയിന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. സോ ഫ്രീസിംഗ് സ്റ്റോറേജ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18°C അല്ലെങ്കിൽ 0 ഫാരൻഹീറ്റ് ആണ്. സോ അതിന്റെ പ്രൊഡക്ഷനും പിന്നെ ലോങ് ടേം സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ -30, -40°C ലോങ് ടേം, അതായത് കൊമേഴ്ഷ്യൽ സ്റ്റോറേജിലും കാര്യങ്ങൾ ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. സോ ഈ ഒരു -18°C ആണ് കോമൺ ആയിട്ട് ഫ്രീസിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, സ്റ്റോറേജ് ടെമ്പറേച്ചർ. സോ അതിൽ പറഞ്ഞു ഫ്രീസിംഗിൽ എന്താണ്? ലിക്വിഡ് വാട്ടർ എന്തായി മാറും? സോളിഡ് ഐസ് ആയിട്ട് മാറും. സോ അതായത് ഫുഡിലുള്ള വാട്ടർ, അതായത് ആ ഫുഡിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവല്ലോ, അത് ഐസ് ആയിട്ട് മാറും. സോ എന്താണ്? സ്പോയിലേജ് കുറയും. കാരണം ഈ ഫുഡിലൊക്കെ സ്പോയിലേജ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, അതായത് മൈക്രോബ്സിന് സസ്റ്റെയിൻ ചെയ്യാൻ ഒരു 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമായിരുന്നത് വാട്ടർ ആക്ടിവിറ്റി. സോ അതായത് pH, ടെമ്പറേച്ചർ കാര്യങ്ങളിലൊക്കെ പോലെ ടെമ്പറേച്ചറിന് പുറമെ വാട്ടർ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. സോ വാട്ടർ ഉണ്ടായാലും മാത്രമേ ആർക്കും ഗ്രോ ചെയ്യാൻ കഴിയുള്ളൂ, മൈക്രോബ്സിന് ഗ്രോ ചെയ്യാൻ ചെയ്യുള്ളൂ. സോ ഫ്രീസിംഗ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയുക മാത്രമല്ല ചെയ്യുന്നത്, വാട്ടർ അവൈലബിലിറ്റിയും കുറയുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ മാത്രമേ കുറയുന്നുള്ളൂ, വാട്ടർ അവൈലബിലിറ്റി അപ്പയും കംപ്ലീറ്റ്ലി എത്രയാണോ ഉണ്ടായിരുന്നത് ആ ഒരു വാട്ടർ ആക്ടിവിറ്റി അതിലുണ്ടാവും. സോ ഫ്രീസ് ചെയ്യുമ്പോൾ ഈ വാട്ടർ ഉണ്ടല്ലോ, ഫുഡിലുള്ള വാട്ടർ ഐസായി മാറും, ക്രിസ്റ്റലൈസ് ആയി മാറും. ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന് പിന്നെ ഇവർക്ക് തൊടാൻ കഴിയില്ല, മൈക്രോബ്സിന് ഉപയോഗിക്കാൻ കഴിയില്ല. സോ അപ്പൊ ഫ്രീ വാട്ടർ ഉണ്ടാവില്ല. അപ്പോ എന്താണ്? മൈക്രോബ്സിന് ഗ്രോ ചെയ്യാൻ കഴിയില്ല. അതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫ്രീസിങ് എങ്ങനെയാണ് ഒരു ലോങ് ടേം പ്രിസർവേഷന് ഹെൽപ്ഫുൾ ആവുന്നുള്ളത്. സോ ഫ്രീസിംഗിൽ മൈക്രോബിയൽ ഗ്രോത്ത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. അപ്പൊ അതൊരു ഡിഫറൻറ്റ് ആണ്. സോ ആ ഡിഫറൻസ് നമുക്ക് ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. സോ അതാണ് മെയിൻ ഡിഫറൻസ് ഫ്രീസിംഗിന്റെ. സോ ക്വസ്റ്റ്യൻസ് വരാനുള്ളത് ഈ ഒരു കൺസെപ്റ്റ് ബേസ്ഡ്, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റും പിന്നെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ കൺസെപ്റ്റും പിന്നെ വാട്ടർ ക്രിസ്റ്റലൈസ് ആവും, വാട്ടർ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി നിൽക്കും എന്നുള്ള കൺസെപ്റ്റ്. ഇത് മാത്രമാണ് ഫ്രീസിംഗിൽ വരേണ്ട കൺസെപ്റ്റിലുള്ളത്. ഫ്രീസിംഗ് പ്രോസസ്സിൽ അതെന്താണ്? പ്രീ ഫ്രീസിംഗ് ആണ്, ആദ്യം കൂൾ ചെയ്യും. അതായത് ഇപ്പോൾ ഫുഡ് ഒരു 35 ആണെന്നുണ്ടെങ്കിൽ അതിനെ കൂളിംഗ് ടെമ്പറേച്ചർ -1-2°C എത്തും. എന്നിട്ട് അതിനെ ഫ്രീസിംഗ് ആക്കും, ഫേസ് ചേഞ്ച് വരും. ഇപ്പൊ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിനെ ഫ്രീസിംഗ് ആക്കും. ആ ഒരു പ്രോസസ്സിലാണ് ഫേസ് ചേഞ്ച് നടക്കുക. സോ ആ ഒരു ഫേസ് ചേഞ്ച് നടക്കും. അപ്പോൾ പിന്നെയാണ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ സ്റ്റോർ ചെയ്ത ഫുഡിനെ വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എന്ത് പറയും? കുക്കിംഗ് എന്ന് പറയും. പിന്നെ ഇവിടെ ചോദിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് മീൻസ് ഒരു വർഷം തന്നെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രീസിംഗിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്ലോ ഫ്രീസിംഗും ഫാസ്റ്റ് ഫ്രീസിംഗും ക്വിക്ക് ഫ്രീസിംഗുള്ള ഡിഫറൻസ് ആണ്. സ്ലോ ഫ്രീസിംഗ് പറയുമ്പോൾ നല്ല ടൈം എടുത്ത് ചെയ്യുമ്പോൾ അതിലുള്ള വാട്ടർ ക്രിസ്റ്റലിന്റെ സൈസ് ലാർജ് ആയിരിക്കും. സോ എന്താണ്? അതിന് ചുറ്റുമുള്ള സെൽ സ്ട്രക്ചർ, സ്റ്റാർച്ച് ആണോ എന്തായിക്കോട്ടെ, സെൽ സ്ട്രക്ചറിനെ കൊണ്ടുപോയി എന്താണ് ഡാമേജ് ആക്കും. ഫാസ്റ്റ് ഫ്രീസിംഗിൽ സ്മോൾ ഐസ് ക്രിസ്റ്റൽ ആണ് വരിക. സോ സ്മോൾ ഐസ് ക്രിസ്റ്റൽ വരുമ്പോൾ ആ ടെക്സ്ചറിനും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും സംഭവിക്കില്ല, നമ്മുടെ പ്രിസർവേഷനും കാര്യങ്ങളും നോക്കും. സോ സ്ലോ ഫ്രീസിംഗ് ക്വിക്ക് ഫ്രീസിംഗുള്ള കൺസെപ്റ്റ് നോക്കാം. ആദ്യം നോട്ട് ചെയ്ത സെവറൽ ഹവേഴ്സ് to -5 to -18 ആവാൻ
ടൈം എടുക്കും സ്ലോ ഫ്രീസിങ്ങിന്. അപ്പൊ ലാർജ് ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യും. അപ്പൊ ഈ ലാർജ് ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ക്രിസ്റ്റൽ ലാർജ് ആകുമ്പോൾ അതിന്റെ സെൽ ടെക്സ്റ്ററിനൊക്കെ കൊണ്ടുപോയിട്ട് ഡാമേജ് ആക്കും. ഡാമേജ് ആക്കുമ്പോൾ ഡ്രിപ്പ് ലോസ് വരും. ഡ്രിപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ലിക്വിഡ്സിനും കാര്യങ്ങളും, അതായത് ഈ ഡ്രിപ്പ് ലോസ് അപ്പം നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഫ്രീസ് ആകുമ്പോൾ പുറത്തെല്ലാം ഫ്രീസ് ആയതുകൊണ്ട് ഫുഡിൽ നിന്ന് ഒരു ലീക്കേജും കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഹീറ്റ് ആക്കുമല്ലോ, അതിനാണ് തോയിങ് അറിയാം. അപ്പൊ തോയിങ് കഴിയുമ്പോൾ ചെയ്യുമ്പോൾ അതിനുള്ള ഇങ്ങനെ ലിക്വിഡ്, മീറ്റിന്റെ കേസിലൊക്കെ ലിക്വിഡ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യും, അതായത് പുറത്തേക്ക് വരും. സോ അപ്പൊ നമ്മൾ എന്ത് പറയും, ഇൻക്രീസ്ഡ് ഡ്രിപ്പ് ലോസ് ആണെന്ന് പറയും. ഇതിന്റെ റീസൺ സ്ലോ ഫ്രീസിങ് ആണ്. സ്ലോ ഫ്രീസിങ്ങിന്റെ ഒരു പ്രശ്നം അതാണ്. പിന്നെ സ്ലോ ഫ്രീസിങ്ങിന് ഈ ഡാമേജ് വരാനുള്ള വേറെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യും. പിന്നെ ഈ വാട്ടർ പറയുമ്പോൾ സെല്ലിന്റെ ഉള്ളിലും വാട്ടർ ഉണ്ടാവും, രണ്ട് സെല്ലിന്റെ ഇടയിലും വാട്ടർ ഉണ്ടാവും. ഇത് രണ്ട് ടൈമിലേക്കാണ്. ആദ്യം പുറത്ത് വാട്ടർ ഫ്രീസ് ചെയ്തതിനു ശേഷം ഉള്ളിലത്തെ വാട്ടർ ഫ്രീസ് ചെയ്യുക. രണ്ട് സമയത്ത് ഫ്രീസ് ആകുമ്പോൾ രണ്ട് ലാർജ് ക്രിസ്റ്റൽ ആവും. അങ്ങനെ ഉള്ളിന്നും ഇൻസൈഡ് ഔട്ട്സൈഡ് എന്താണ് സെൽ ഡാമേജ് വരും. സോ അങ്ങനെ ഈ തോയിങ്ങിന് റീസൺ ആവും. പിന്നെ സാൻഡിനെസ്, ഐസ്ക്രീമിന്റെ കേസിൽ സ്ലോ ഫ്രീസിങ് ആകുമ്പോൾ ലാർജ് ക്രിസ്റ്റൽസ് എന്തായാലും ഫോം ചെയ്യും, ലാക്ടോസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അത് ലാർജ് ആകുമ്പോൾ എന്താണ് സാൻഡിനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ, ഗ്രെയിനി ടെക്സ്ചർ വരുന്നതാണ്, സാൻഡി ടെക്സ്ചർ വരുന്നതാണ്. സ്ലോ ഫ്രീസിങ്ങിൽ സാൻഡിനെസ് കൂടുതലാവും. സോ അപ്പോ അതും ഒരു പ്രശ്നമാണ്. സാൻഡിനെസ് കൂടുതലായി വരുന്നത് സ്ലോ ഫ്രീസിങ്ങിലാണ്, അതായത് ലാക്ടോസ് ക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചത് അത് ലാർജ് ക്രിസ്റ്റൽ ആവുന്നത്. സ്ലോയിൽ എപ്പോഴും ലാർജ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന ഓർത്തിരിക്കാം. ഈ ക്യൂബ് ഫ്രീസിങ്ങിൽ നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു ടൈമാണ്, ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ്. അത് -40 വരെ -30 to -40 അച്ചീവ് ചെയ്യാൻ വെറും 30 മിനിറ്റിന് താഴെയാണ് ക്യൂബ് ഫ്രീസിങ് എടുക്കുള്ളൂ. സോ അതിന് സ്മോൾ ഐസ് ക്രിസ്റ്റലാവും ഫോം ചെയ്യാം. അപ്പൊ ഈ ട്രിപ്പ് ലോസും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ സെല്ലിന്റെ ഉള്ളിലത്തെ വാട്ടറും ഔട്ട്സൈഡത്തെ വാട്ടറും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഫ്രീസ് ആവുക. ഫുഡ് ഫ്രീസിങ്ങിനും കാര്യങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സാൻഡിനെസ് ക്യൂബ് ഫ്രീസിങ്ങിൽ കുറവായിരിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. സോ അതാണ് ക്യൂബ് ഫ്രീസിങ്ങിൽ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഫ്രീസിങ്ങിൽ ഇമ്പോർട്ടന്റ് ആണ്, ക്യൂബ് ഫ്രീസിങ്ങും സ്ലോ ഫ്രീസിങ് കൺസെപ്റ്റും. പിന്നെ വരുന്നതാണ് ഫ്രീസ് കോൺസെൻട്രേഷൻ എഫക്റ്റ്. അതായത് നമ്മുടെ ഫ്രീസിങ്ങിന്റെ മെയിൻ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, എന്താണ്, വാട്ടറിനെ ഐസാക്കി മാറ്റും. സോ ഈ വാട്ടറിനെ ഐസാക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഫുഡിൽ വാട്ടർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടല്ലല്ലോ വാട്ടർ ഉണ്ടാവുക, അതിനുള്ളിൽ ചിലപ്പോൾ അതിലുള്ള സോളിഡ്സ് ഉണ്ടാവും, അതായത് ഷുഗർ, പിന്നെ ബാക്കി ഫ്ലേവർ ചെയ്യുന്ന സാൾട്ട്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കോമ്പൗണ്ട്സ് ഉണ്ട്, ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ട് ജ്യൂസിലെ വാട്ടർ മാത്രമേ എന്താവുന്നുള്ളൂ, ഫ്രീസ് ആവുന്നുള്ളൂ, അതിലുള്ള സോളിഡ്സ് ഫ്രീസ് ആവുന്നില്ല. അപ്പൊ ഈ സോളിഡ്സ് എന്തായാലും സോൾവെന്റിൽ ഡിസോൾവ് ആയിട്ടില്ല കിടക്കുന്നത്. അപ്പൊ ആദ്യം വാട്ടർ റിമൂവ് ആവുമ്പോൾ എന്താണ്, ബാക്കിയുള്ള വാട്ടറിൽ മാത്രമാണ് സോളിഡ്സ് ഉണ്ടാവുക. അപ്പൊ അതിനർത്ഥം ആ സോളിഡ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്നുള്ളതാണ്. സോ അങ്ങനെ സോളിഡ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന എഫക്റ്റിനെ നമ്മൾ ഫ്രീസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയും. അങ്ങനെ അവസാനം കുറെ വാട്ടർ റിമൂവ് ആകുമ്പോൾ സോളിഡ്സിന് വെള്ളം ഇല്ലാതെ ആവും. അങ്ങനെ അത് സോളിഡ്സ് ആയിട്ട് തന്നെ വരും. അപ്പൊ അതിന് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. അതാണ് നമ്മുടെ സൊല്യൂട്ട്സ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരും. അതാണ് ഫ്രീസ് കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. അപ്പൊ അതിലുള്ള ഫ്രീസ് കോൺസെൻട്രേഷൻ ഇഫക്റ്റിൽ വന്നതാണ് ഒന്ന് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ. ഇതേപോലെ തന്നെയാണ് വാട്ടർ അവൈലബിലിറ്റി കുറവും. അങ്ങനെ പ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക. അതായത് പ്രോട്ടീനെ ചുറ്റുള്ള സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താണ്, സാൾട്ടിങ് ഔട്ട് സംഭവിക്കും. സോ സാൾട്ടിങ് ഔട്ട് നമ്മൾ ഓൾറെഡി സാൾട്ടിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആവും. അതായത് സാൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആവുമ്പോൾ എന്താണ്, ഓൾറെഡി വാട്ടർ മോളിക്യൂൾസ്, പ്രോട്ടീനിൽ ഉണ്ടായിരുന്ന വാട്ടർ മോളിക്യൂൾ ഈ ഒരു കോമ്പൗണ്ട്സിലേക്ക്, അതായത് സാൾട്ട് കൂടുതലുള്ള കോമ്പൗണ്ടിലേക്ക് വരും, കാരണം അവിടെയാണുള്ള കോൺസെൻട്രേഷൻ കൂടുതൽ. അങ്ങനെ പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ സംഭവിക്കും. അതേപോലെ പ്രോട്ടീൻ നാച്ചുറേഷന് പകരം പ്രസിപ്പിറ്റേഷൻ സംഭവിക്കും. അത് pH കുറഞ്ഞിട്ടാണ് വരുന്നത്. സോ pH കുറഞ്ഞിട്ട് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷനും. അതേപോലെ ആന്തോസാനിന്റെ കളർ മാറും, കാരണം ആന്തോസാനിന് pH അനുസരിച്ച് കളർ മാറുന്ന ഒരു പിഗ്മെന്റ് ആണ്. സോ അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ടോപ്പിക് അല്ല, അതായത് ആന്തോസാനിന് ഓരോ പേജിൽ ഓരോ കളറാണ്. സോ പിഗ്മെന്റ്സിന്റെ കാര്യം അത് നോട്ട് ചെയ്യണം ആന്തോസാനിന്റെ കേസിൽ. പിന്നെ വരുന്നത് ഓൾറെഡി ഫ്രീസ് കോൺസെൻട്രേഷൻ എഫക്റ്റിൽ റീസൺ ആണ് ഒന്ന് ഐസ്ക്രീമിലെ സാൻഡിനെസ്, അതായത് ലാക്ടോസ് ക്രിസ്റ്റലൈസേഷൻ നടക്കും ലോ ടെമ്പറേച്ചറിൽ അപ്പോൾ അതെന്താണ്, ഫ്രീസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് തന്നെയാണ്. വാട്ടർ പോയിട്ടാണ് പിന്നെ അവസാനം ഈ ഒരു ലാക്ടോസും അതിൽ ക്രിസ്റ്റലൈസ് ചെയ്യാൻ തുടങ്ങും. സോ അതായത് നേരത്തെ പറഞ്ഞ പോലെ സൊല്യൂട്ട് പ്രസിപ്പിറ്റേറ്റ് ആവില്ല, അതേപോലെ തന്നെയാണ് ലാക്ടോസും പ്രസിപ്പിറ്റേറ്റ് ആവും. സോ അതിന് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. സോ അപ്പോൾ നമ്മൾ കിട്ടുന്ന ഐസ്ക്രീമിൽ ഒരു സാൻഡി ടെക്സ്ചർ വരും. അപ്പോൾ അത് ഫ്രീസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് ആണ്. പിന്നെ അതേപോലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും, കാരണം ഒരു ടിഷ്യൂല് വെള്ളം ഒരു സെല്ലിന്റെ എന്താണ് വാട്ടർ കണ്ടന്റ് കുറയാണെന്നുണ്ടെങ്കിൽ മറ്റേ സെല്ലിൽ നിന്ന് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. സെയിം എന്താണ് ഓസ്മോസിസ്, ആ സംഭവം ഓസ്മോസിസ് എന്നല്ല, അതായത് ഹൈ കോൺസെൻട്രേഷനുള്ള ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷനിക്ക്
എന്താണ് കൂടുതൽ വാട്ടർ എപ്പോഴും വരും. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ വാട്ടർ എപ്പോഴും ആ ഒരു സൊല്യൂഷൻക്കാണ് ആ ഒരു സൊല്യൂഷൻക്കാണ് പോവുക. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, കെമിസ്ട്രി കൺസെപ്റ്റ് തന്നെയാണ്. ഹൈപ്പർടോണിക് ഹൈപ്പോട്ടോണിക് കാര്യങ്ങൾ. ഹൈപ്പർടോണിക് എന്നാണെങ്കിൽ എന്താണ് അതിൽ സൂപ്പർ, അത് ഔട്ട് ഓഫ് ടോപ്പിക് ആണ്, ഇതിൽ നോക്കണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ വാട്ടർ എപ്പോഴും ഹൈപ്പർടോണിക്കിലേക്കാണ് വരിക. അതായത് ആ സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ കയറും, കാരണം അവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവിടെ വാട്ടർ കുറവാണെന്നതിന്റെ അർത്ഥം. സോ വാട്ടർ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രോട്ടീൻ ഡിനാച്ചുറേഷന്റെ കേസിൽ മെയിൻ അതാണ്. കാരണം പ്രോട്ടീനുള്ളിലുള്ള വാട്ടർ എന്താണ് പുറത്തെ സെല്ലിലേക്ക് പോകും. സോ അങ്ങനെ പ്രോട്ടീൻ ഡീനാച്ചുറേറ്റ് വരും. അതായത് പ്രോട്ടീന്റെ ഉള്ളിൽ മീൻസ് പ്രോട്ടീൻ ഇപ്പോൾ ഒരു കൊളോയിഡൽ സസ്പെൻഷൻ ആയിട്ട് നിൽക്കുന്ന ഫുഡൊക്കെ ഉണ്ടാവും. സോ അപ്പൊ പ്രോട്ടീൻ കൊളോയിഡൽ സസ്പെൻഷൻ ആയിട്ട് നിൽക്കാനുള്ള വാട്ടർ അവിടെ അവൈലബിൾ ആവില്ല. അങ്ങനെ പ്രോട്ടീൻ ഡീനാച്ചർ ആയിട്ട് വരുന്നതാണ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ എല്ലാ കേസിലും. അതായത് ഈ ഒരു ഫ്രീസ് കോൺസെൻട്രേഷൻ എഫക്റ്റിലുള്ള ബാക്കിയുള്ളൊക്കെ ഈ ഒരു സെയിം കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. സോ പിന്നെ ഉള്ളത് ഫ്രീസർ ബേൺ ആണ്. ഇപ്പോ റെഫ്രിജറേഷന്റെ ഡിഫക്റ്റ് പോലെ തന്നെ ഫ്രീസറിലുള്ള ഡിഫക്റ്റ് ആണ് ഫ്രീസർ ബേൺ. സോ ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പക്ഷെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതായത് ഡിഫക്റ്റിലൊക്കെ കൂടുതൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ടോപ്പിക്കിന് ഒരു ഡിഫക്റ്റ് വരാറുണ്ട്. സോ ഇവിടെ ഒരു ഡിഫക്റ്റ് വരുന്നത് ഫ്രീസർ ബേൺ ആണ്. അതായത് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാതെ, അതേപോലെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഗ്യാപ്പ് ഇട്ട് പാക്ക് ചെയ്യുകയും, പിന്നെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ പ്രോപ്പർ ആയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാതെ ലോങ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. മീറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗ്രേയിഷ് ബ്രൗൺ അപ്പിയറിങ്, അതായത് നമ്മുടെ ഫുഡ് ബേൺ ആവാന്ന് പറയുന്നത് എന്താണ്, നന്നായിട്ട് ബേൺ ആകുമ്പോൾ ഒരു ബ്രൗൺ കളർ അപ്പിയറൻസ് വരും. അപ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബേൺ ചെയ്യും. അപ്പോൾ അതിന്റെ റീസൺ എന്താണ്, ഈ ഒരു സംഭവമാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഫ്രീസർ ബേൺ നടക്കുക. അതിന്റെ കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ നടക്കുമല്ലോ. അപ്പം നമ്മുടെ ഫ്രീസറിലുള്ള ഐസ് എന്താവും, നേരെ സബ്ലിമേഷൻ നടന്നിട്ട് വേപ്പറായി മാറും. സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ പറയുന്നത്. സോ ഐസ് നേരെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. സോ നേരെ എന്താണ് വേപ്പറായിട്ട് മാറും. അപ്പൊ എന്നിട്ട് അതിങ്ങനെ വേപ്പർ ആ ഒരു പാക്കേജിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, പിന്നെ നമ്മള് ഫ്രീസർ ആകുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ വീണ്ടും കുറക്കുമ്പോൾ ഈ ഒരു വേപ്പർ ലിക്വിഡ് ആയിട്ട് മാറും. എന്നിട്ട് നേരെ ഫുഡിലേക്കല്ല വരിക, ആ ഒരു പാക്കേജിങ് മെറ്റീരിയലിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഇപ്പൊ നമ്മൾ ആ പാക്കേജ് ഒക്കെ തുറന്ന് നോക്കുമ്പോൾ ഫുഡിൽ എന്തുണ്ട്, സർഫസിൽ വാട്ടർ ഉണ്ടാവില്ല. വാട്ടർ ഇല്ലാത്തപ്പോൾ ഒരു ബേൺ ചെയ്ത ഒരു ടെക്സ്ചർ ഉണ്ടാവും. കാരണം സർഫസ് എക്സ്പോസ് ആയി കിടക്കുകയാണ്. സർഫസിൽ വാട്ടർ ഇല്ല, അപ്പൊ എക്സ്പോസ് ആയി കിടക്കുകയാണ്. ആ പ്രൊട്ടക്ഷൻ പോയി ഫുഡിന്റെ. അപ്പൊ അതിന് ഇപ്പോൾ മീറ്റ് ഫുഡ്, അതായത് ഫാറ്റ് റിച്ച് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ റാൻസിഡിറ്റി നടക്കും, ഫ്ലേവർ കാര്യങ്ങൾ. സോ മെയിൻ ആയിട്ട് ഫ്രീസർ ബേൺ നടക്കുന്നത് മീറ്റാണ് കൂടുതലായിട്ട് നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ അതിന് റീസൺ ആണ് ഈ 3 റീസൺ നോക്കാം. പിന്നെ അവിടെ എന്താ ഐസ് സബ്ലിമേഷൻ ആണ് നടക്കുന്ന കാര്യം. കാരണം മെയിൻ ഇത് ഐസ് സബ്ലിമേഷൻ ടു വേപ്പർ ആണ്. സോ ഈ ഒരു പോയിന്റ് ആണ് ഈ ഫ്രീസർ ബേണിലെ മെയിൻ ഉള്ളത്. സോ നെക്സ്റ്റ് ഫ്രീസിംഗ് കർവ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഫ്രീസിംഗ് കർവ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഡ്രൈയിങ് കർവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഫ്രീസിംഗ് കർവ്. ഫ്രീസിംഗിൽ സംഭവിക്കുന്ന ചേഞ്ചസ് ആണ്. പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊന്നും പറയാനൊന്നുമില്ല. അതായത് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പ്രീ കൂളിംഗ് എന്ന് പറയും. നമ്മൾ പ്രൊഡക്റ്റ് ഫുഡിനെ നമ്മൾ ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ, ഫ്രീസ് ആവുന്നതിന് മുന്നേ അതിന്റെ ടെമ്പറേച്ചർ കുറക്കുന്ന പ്രോസസ്സാണ് പ്രീ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയും. അതായത് നമ്മൾ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ ഫുഡിന് ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ ഫുഡ് റെഫ്രിജറേറ്ററിൽ 5 ഡിഗ്രി ടെമ്പറേച്ചർ അനുസരിച്ച് ഇങ്ങനെ ഫുഡ് കുറഞ്ഞ് സീറോവും കഴിഞ്ഞ്, അതായത് ഇതാണല്ലോ വാട്ടർ ഫ്രീസിംഗ് കൊണ്ട്, അങ്ങനെ വീണ്ടും ലിക്വിഡ് ആയിട്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അറൌണ്ട് -10 വരെ പോകാറുണ്ട്. -2 -4 വരെ പോകും. ആ ഒരു സ്റ്റേജ് നമ്മൾ സൂപ്പർ കൂളിംഗ് പോയിന്റ് എന്ന് പറയാം. സൂപ്പർ കൂളിംഗ് പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടർ ലിക്വിഡ് സ്റ്റേജിൽ തന്നെ ആയിരിക്കും, ബിലോ ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും. അതിനെ നമ്മൾ സൂപ്പർ കൂളിംഗ് പോയിന്റ് എന്ന് പറയും. സോ ആ ഒരു A to B പൊസിഷനെ നമ്മൾ പ്രീ കൂളിംഗ് സ്റ്റേജ് എന്ന് പറയും. പിന്നെ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ തുടങ്ങും. ഫ്രീസ് ആയിട്ടില്ല, തെറ്റിദ്ധരിക്കരുത്, ഫ്രീസ് ആയിട്ടില്ല, ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾസും അതേപോലെ ഫുഡാണല്ലോ, സോല്യൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ടുഗദർ ആയിട്ട് അടുത്തടുത്ത് വന്നിട്ട് ഒരു ഐസ് ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞാൽ ഐസ് ക്രിസ്റ്റലിന്റെ സെന്ററിൽ വരുന്ന പോർഷനെയാണ് ഐസ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സെൽ ന്യൂക്ലിയസ് പോലെ തന്നെ ഐസ് ക്രിസ്റ്റലിന് ഒരു സെന്റർ ഉണ്ട്, അതാണ് എന്ത് ന്യൂക്ലിയേഷൻ. പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെക്സഗണൽ ഷേപ്പ് സ്നോഫ്ലേക്ക് ഒക്കെ അല്ലേ, അതേപോലെ ഒരു സെന്ററിലാണ്. അപ്പൊ പ്യുവർ വാട്ടറിന്റെ ന്യൂക്ലിയേഷൻ ആണെങ്കിൽ -33 വരെയാണ് ചെയ്യുക. സോ -33 ന്യൂക്ലിയേഷൻ വരിക.
സോ നമ്മുടെ വാട്ടർ എന്തായാലും പ്യുവർ വാട്ടർ അല്ല. സോ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ സൂപ്പർ കൂളിംഗ് വരും. അതിനെ ഹെട്രോജിനസ് ന്യൂക്ലിയേഷൻ എന്നാണ് പറയാം. സോ ഏതായാലും സൂപ്പർ കൂളിംഗ് കഴിയുമ്പോൾ ന്യൂക്ലിയേഷൻ തുടങ്ങും. ന്യൂക്ലിയേഷൻ തുടങ്ങി കഴിഞ്ഞാലാണ് ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യുക. എല്ലാ വാട്ടറിനും ന്യൂക്ലിയേഷൻ സംഭവിക്കണം. സോ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് B to C നമ്മൾ എന്ത് പറയും, ന്യൂക്ലിയേഷൻ പ്രോസസ് എന്ന് പറയും. അപ്പോഴാണ് ഐസ് ക്രിസ്റ്റൽ ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങുക. C ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയേഷൻ കംപ്ലീറ്റ് ആവും. ന്യൂക്ലിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫ്രീസിങ് തുടങ്ങുന്നതാണ്. വാട്ടർ കംപ്ലീറ്റ്ലി ഐസായി മാറി തുടങ്ങും. അങ്ങനെ ആദ്യത്തെ വാട്ടർ ഐസായി, ഫോർ എക്സാമ്പിൾ ഇത് പ്യുവർ വാട്ടറിന്റെ ഫ്രീസിങ് കർവ് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ പോവും, എന്നിട്ടാണ് ഇങ്ങനെ വരുള്ളൂ. സോ പ്യുവർ വാട്ടറിന്റെ കേസിൽ നേരെ പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വാട്ടറും ഇങ്ങനെ C to D നേരെയാണ് വരിക. പ്യുവർ വാട്ടറിന്റെ കേസിൽ C to D ഈ കേവ് വരില്ല. C to D എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആവും. അതിന്റെ അർത്ഥം വാട്ടർ ഇങ്ങനെ ഫ്രീസ് ആയി തുടങ്ങും. എല്ലാ വാട്ടറും ഇങ്ങനെ ഫ്രീസ് ആയി തുടങ്ങുമ്പോഴാണ്, വാട്ടർ കംപ്ലീറ്റ്ലി ഫ്രീസ് ആവണ വരെ അതിലുള്ള എല്ലാ വാട്ടറും ഫ്രീസ് ആയാലും മാത്രമാണ് അതിന്റെ ടെമ്പറേച്ചർ കുറയുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് പ്യുവർ വാട്ടറിന്റെ കേസിൽ. അതായത് ഫുഡിന്റെ കേസിൽ അല്ല, വാട്ടറിന്റെ കേസിൽ എന്തായിരിക്കും, നേരെ വരും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ടെമ്പറിങ് വരിക. ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ എല്ലാ വാട്ടറും ഫ്രീസ് ആയതിനു ശേഷം, എല്ലാ വാട്ടറും ഫ്രീസ് ആയി, ഇനി ലിക്വിഡിൽ വാട്ടർ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഫ്രീസറിന്റെ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ആ ഫുഡ് ഇങ്ങനെ കുറയും. അതായത് -15 ആണെന്നുണ്ടെങ്കിൽ ആ -15 വരെ, ഫ്രീസറിന്റെ കപ്പാസിറ്റി -15 ആണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് -15 ടെമ്പറേച്ചർ -15 വരെ പോവും. അത് നമ്മൾ ടെമ്പറിങ് എന്ന് പറയും. ഇവിടെ C to D നമ്മൾ ഫേസ് ചേഞ്ചിങ് പ്രോസസ് എന്ന് പറയും. ആ സ്റ്റേജ് നമ്മൾ ഫേസ് ചേഞ്ച് എന്ന് പറയും. സോ അതിനെ സോൺ ഓഫ് മാക്സിമൈസ് ക്രിസ്റ്റൽ ആ ഒരു സംഭവം പറയും. സോ അത് എവിടെയാണ്, പ്യുവർ വാട്ടറിലാണ്. ഇവിടെ ഫുഡിന്റെ കേസിൽ C to D കേവ് ആയിട്ടാണ് വരുന്നത്. അതായത് ആദ്യം ഇവിടെ ഒരു ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്ത്, ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്തപ്പോൾ നമ്മുടെ ഫുഡിന്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടി. കാരണം വാട്ടർ കുറഞ്ഞല്ലോ, ഫ്രീസ് ആകുമ്പോൾ വാട്ടർ കുറഞ്ഞു. അപ്പൊ ആദ്യം ഒരു 100 ഗ്രാം, ഒരു 200 ഗ്രാം ഫുഡാണ്, അതിൽ 100 ഗ്രാം വാട്ടർ ആണ്. അപ്പൊ ആദ്യത്തെ എന്താണ്, ന്യൂക്ലിയേഷൻ കഴിഞ്ഞപ്പോൾ 10 ഗ്രാം വാട്ടർ കുറഞ്ഞു. അപ്പൊ അതിലെന്തായി, വാട്ടറിന്റെ എമൗണ്ട് 90 ഗ്രാം ആയി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആട്ടോ, 90 ഗ്രാം ആയി. അപ്പൊ അതിന്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പൊ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറച്ച് അടിക്കായി. അതാണ് ഇവിടെ കാണിച്ച മൈനസ് ആയത്. പിന്നെ ഒരു 10 ഗ്രാം കുറയുമ്പോൾ ആ സൊല്യൂട്ടിന്റെ ആ ഫുഡിന്റെ ഫ്രീസിംഗ് പോയിന്റ് വീണ്ടും കുറയും. അങ്ങനെ കുറഞ്ഞ് മാക്സിമം ഒരു ലിമിറ്റ് വരെ എത്തും. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കുറയാൻ കഴിയില്ല. അതാണ് -18°C എന്ന് പറയുന്നത്. പിന്നെ വേറെ വാട്ടർ ഒന്നും ഉണ്ടാവില്ല. സോ അതുവരെ നമ്മൾ ഫേസ് ചേഞ്ച് എന്ന് പറയും. പിന്നെ നമ്മൾ ടെമ്പറിങ് സ്റ്റേജ് ആണ്. അതിന് നന്നായിട്ട് വീണ്ടും നമ്മുടെ ഹാർഡനിങ് സ്റ്റേജ് എന്ന് പറയും. നമ്മുടെ ഫ്രീസർ ഐസ് ക്രിസ്റ്റൽ ഒക്കെ വീണ്ടും ടെമ്പറേച്ചർ കുറയുന്നതിന്റെ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയും, ടെമ്പറിങ് പറയും. സോ ഇതാണ് ഫ്രീസിംഗ് കർവ് എന്ന് പറയുന്നത്. സോ ഫ്രീസിംഗ് കർവ് ഒന്നും ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ന്യൂക്ലിയേഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. സോ അതിവിടെ പറഞ്ഞു. നെക്സ്റ്റ് ഫ്രീസിംഗ് മെത്തേഡ് ആണ്. ഫ്രീസിംഗ് മെത്തേഡ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഫ്രീസിംഗ് മെത്തേഡ് ആണ് സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടില്ല. ഒരു മെത്തേഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ക്രയോജനിക് ഫ്രീസിംഗ് ആണ്. സോ ഫ്രീസിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ടൈപ്പ് എങ്ങനെയൊക്കെയാണ് മെത്തേഡ്സ് ഉള്ളത്. ഫ്രീസിംഗ് ബൈ കോൾഡ് എയർ ആണെങ്കിൽ എയർ ബ്ലാസ്റ്റ് ഫ്രീസർ, കോൾഡ് എയർ ബ്ലാസ്റ്റ് ചെയ്യുന്ന എയർ ബ്ലാസ്റ്റ് ഫ്രീസർ. പിന്നെ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ ആണ് വരുന്നത്. അതായത് ഒരു ബെൽറ്റിലൂടെ നമ്മുടെ ഫുഡ് ഇങ്ങനെ പാസ് ചെയ്യും, വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ കൂടെ തന്നെ എയറും പാസ് ചെയ്യും, കോൾഡ് എയർ. അതിന് നമ്മൾ ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസിംഗ് പറയും. കാരണം ഓരോ ഫുഡും കോമൺ ആയിട്ട് ഓരോ ഫുഡിനും നമ്മൾ എയർ ഫ്രീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് അതിന് IQF മെത്തേഡ് എന്ന് പറയും. സോ പിന്നെ വരുന്നത് അതൊക്കെ ഡയറക്റ്റ് ഫ്രീസിംഗ് ബൈ കോൾഡ് എയർ ആണ്. പിന്നെ റെഫ്രിജറന്റ് ആയിട്ട് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ആയിട്ട്, അതായത് പ്ലേറ്റ് ഫ്രീസിംഗ് എന്ന് പറയും. അതായത് ഒരു പ്ലേറ്റിൽ ഫുഡ് വെക്കും, എന്നിട്ട് ആ പ്ലേറ്റിനെ നമ്മൾ തണുപ്പിക്കും. അതിന് നമ്മൾ പ്ലേറ്റ് ഫ്രീസർ എന്ന് പറയും. അതേപോലെ തന്നെയാണ് സ്ക്രാപ്ഡ് സർഫസ് ഫ്രീസറും. സോ ലിക്വിഡ് ഫുഡ് ആണ്, ഒരു സ്ക്രാപ്ഡ് സർഫസ് ഉണ്ടാവും. ആ സർഫസ് എന്താണ്, ഒരു ചാനൽ പോലെ ഉണ്ടാവും, അതിന് സ്ക്രാപ്പിംഗ് പറയുന്നത്. സോ അതിലൂടെ ഫുഡ് പാസ് ചെയ്യും, ലിക്വിഡ് ഫുഡ് പാസ് ചെയ്യും. അതിനപ്പുറത്തെ എൻഡിലൂടെ റെഫ്രിജറന്റ് പാസ് ചെയ്യുന്നുണ്ടാവും. സോ അതിന് സ്ക്രാപ്ഡ് സർഫസ് പറയും. അതിന് ഇൻഡയറക്റ്റ് കോൺടാക്ട് ആണല്ലോ. പിന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നുണ്ട് റെഫ്രിജറന്റ് ആയിട്ട്. അതിലൊന്നാണ് ഇമേഴ്ഷൻ ഫ്രീസിംഗ് കോൾഡിൽ, അതായത് ബ്രൈൻ ഫ്രീസർ. അതായത് സാൾട്ടിനൊക്കെ ഭയങ്കര ഫ്രീസിംഗ് ടെമ്പറേച്ചറിലുള്ള സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാവും, സാൾട്ട് ഉണ്ടാവും. അതിലേക്ക് നേരെ നമ്മുടെ ഇത് ആഡ് ആക്കും, ഫുഡ് ആഡ് ആക്കും. മെയിൻ ഫിഷും കാര്യങ്ങളൊക്കെയാണ് ആഡ് ആക്കാറ്. പിന്നെ വരുന്നത് ക്രയോജനിക് ഫ്രീസിംഗ് ആണ്. സോ അതാണ് നമ്മുടെ സിലബസിലുള്ളത്. സോ ക്രയോജനിക് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രയോജനിക് ഗ്യാസസിനെ നമ്മൾ നേരെ ഫുഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനാണ്. ക്രയോജനിക് ഗ്യാസ് പറഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചറിലുള്ള ഗ്യാസസ് ആണ്. ഒന്നെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യൂസ് ചെയ്യല്. ഇപ്പൊ ലിക്വിഡ് നൈട്രജന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ വേപ്പർ ചെയ്യുന്നത്, ലിക്വിഡ് നൈട്രജന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -196°C ആണ്.
CO2 ആണെങ്കിൽ -79°C. ഈ ഒരു ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. ഇപ്പൊ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, -79°C ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ മെക്കാനിസം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൂട്ടിന്റെ മേലെ കൂടെ ലിക്വിഡ് നൈട്രജൻ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ മിക്സ് ചെയ്യാൻ ചെയ്യുന്നത്. സോ അത് വൈബ്രേറ്റർ ഇതുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡൈസർ ബെഡ് ഫ്രീസർ പോലെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അതും ഡയറക്റ്റ് അപ്ലൈ ചെയ്യും, സ്പ്രേ പോലെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് നോട്ട് ചെയ്യാം. -196. നമ്മുടെ ഫുഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 30°, 40° ആവും. സോ ഇത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ റാപ്പിഡ് ആയിട്ട് ഫ്രീസിങ് നടക്കും, കാരണം പെട്ടെന്ന് ഹീറ്റ് റിമൂവ് ആവും. സോ വെരി റാപ്പിഡ് പ്രോസസ് ആണ്, വെരി സ്മോൾ ഐസ് ക്രിസ്റ്റൽ ആണ്. നമ്മുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ കൂടും. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ക്രയോജനിക് ഫ്രീസിങ്. പിന്നെ ഈ ഒരു ഗ്യാസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷേ എക്യുപ്മെന്റ്സ് എക്സ്പെൻസീവ് ആണെങ്കിലും ഈ ഗ്യാസ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വെരി ലോ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുമ്പോൾ സോളിഡ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ക്രാക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫ്രീസർ ക്രാക്ക് എന്നാണ് അതിന് പറയില്ല. അതിപ്പോൾ ഇമോഷൻ ഫ്രീസിങ്ങിലും വരാറുണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ ക്രയോജൻ പ്രൊട്ടക്റ്റന്റ് ആഡ് ആക്കാറുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രീസ് ക്രാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. സോ പിന്നെ ഉള്ളതാണ് റെഫ്രിജറേഷൻ ഫ്രീസിങ്ങിലുള്ള പിന്നെ ഒരു സംഭവം. ഇതാണ് മെയിൻ ആയിട്ടും റെഫ്രിജറേഷൻ ഫ്രീസിങ്ങിൽ. ഇത് പഠിച്ചാലേ ഏകദേശം കിട്ടി. അതായത് പിന്നെ ഐസ് ക്രിസ്റ്റലും ക്വിക്ക് ഫ്രീസിങ്ങിലുള്ള സ്ലോ ഫ്രീസിങ്ങിലുള്ള ഡിഫറൻസും, അതും ഫ്രീസിങ്ങിലെ കേസിൽ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. ഒന്ന് ആ ടെമ്പറേച്ചർ, പിന്നെ ആ ഐസ് ക്രിസ്റ്റൽ ഫോമിങ്, വാട്ടർ ആക്ടിവിറ്റി നിൽക്കുന്ന കാര്യം, അത് മെയിൻ ബേസിക് കൺസെപ്റ്റ്. പിന്നെ ക്വിക്ക് ഫ്രീസിങ്ങും സ്ലോ ഫ്രീസിങ്ങും അതിലുള്ള ഡിഫറൻസ്, പിന്നെ സാൻഡിനെസ് ഐസ്ക്രീം, ആ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളിലല്ലോ പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ കാര്യം, അത് നോട്ട് ചെയ്യാം. സോ അത് മാത്രമാണ് ഇത് ഫ്രീസിങ് കർവ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു വേണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കൂടുതലായിട്ടൊന്നുമില്ല, അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ് മാത്രം, അതായത് ആ A to B പ്രീ കൂളിംഗ്, ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഈ ഓർഡർ പ്രീ കൂളിംഗ്, പിന്നെ ഈ ന്യൂക്ലിയേഷൻ പ്രോസസ്സ്, ഫേസ് ചേഞ്ച്, ടെമ്പറിങ്, ഈ ഒരു ഓർഡർ നോട്ട് ചെയ്യുക. ന്യൂക്ലിയേഷൻ പ്രോസസ്സ് എന്താണ് മനസ്സിലാക്കാം. ആ എസ് പോയിന്റ് എന്താന്ന് നോക്കാം. അതാണ് സൂപ്പർ കൂളിംഗ് പോയിന്റിൽ വാട്ടർ, ആ ഒരു കൺസെപ്റ്റ്, വാട്ടർ ലിക്വിഡ് തന്നെ ആയിരിക്കും ഫ്രീസിംഗ് പോയിന്റിന് താഴെയുള്ള ആ ഒരു പോയിന്റിനെ സൂപ്പർ കൂളിംഗ് പോയിന്റ് എന്ന് പറയും. സോ അത്രേ ഉള്ളൂ അതില്. പിന്നെ ഇതിലെ മെയിൻ ഡിഫറൻസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. റെഫ്രിജറന്റ് ഓൾറെഡി എന്താണ് ഫ്രീസിംഗ് പോയിന്റിലെ മേലെ ആയിരിക്കും, കുറവാണ്. -18 ആണ് ഇതിന്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ പറയുന്നത്. വാട്ടർ സ്റ്റേറ്റ്, ലിക്വിഡ് റെഫ്രിജറന്റിൽ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, ഫ്രീസിംഗിൽ അത് ഐസ് ആയിരിക്കും, സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. പിന്നെ വാട്ടർ അവൈലബിലിറ്റി എത്രയാണോ ഉണ്ടായിരുന്നത് അത്രയും വാട്ടർ അവൈലബിലിറ്റി, ഫ്രീ വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവും. വാട്ടർ ആക്ടിവിറ്റി സെയിം തന്നെ ആയിരിക്കും, പക്ഷെ അതിന് വാട്ടർ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് സീറോ ആവും. കാരണം ഫ്രീസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സീറോ വാട്ടർ അവൈലബിൾ ആവും, കാരണം ഒക്കെ ഐസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ മൈക്രോബിയൽ ഗ്രോത്ത് സ്ലോ ചെയ്തിട്ടുള്ളൂ, സ്റ്റോപ്പ് ആയിട്ടില്ല. ഫ്രീസിംഗിൽ അതാണ് കംപ്ലീറ്റ്ലി മൈക്രോബിയൽ ഗ്രോത്തും. എൻസൈമിന്റെ കേസിലും കെമിക്കലും ഒക്കെ ഭയങ്കര കുറവാണ്. എൻസൈംസിനൊക്കെ സ്റ്റോപ്പ് എന്ന് പറയാൻ വെരി ലോ ആണ്, ലോ അല്ല വെരി ലോ. കെമിക്കലും വെരി ലോ ആണ്. പിന്നെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി, സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിസം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആണ്. സോ റെസ്പിറേഷനും കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആണ്. സോ പക്ഷെ റെഫ്രിജറേഷന്റെ കേസിൽ റെസ്പിറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ കാലം റെഫ്രിജറേഷൻ കൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ടെക്സ്ചറിൽ റെഫ്രിജറേഷനിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഫ്രീസിംഗിൽ ചേഞ്ച് ഉണ്ടാവും. അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. അതാണ് നമ്മുടെ സ്ലോ ഫ്രീസിംഗിൽ ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ട് അതിന്റെ ടെക്സ്ചറും കാര്യങ്ങളും ട്രിപ്പിലോസും കാര്യങ്ങളും, അതാണ് ഫിസിക്കൽ ഡിഫക്റ്റ്. ഫിസിക്കൽ ഡിഫക്റ്റ് ഉള്ളത് എവിടെയാണ്? ഫ്രീസിംഗ്. ഈ പോയിന്റ് നോട്ട് ചെയ്തോളൂ, ഫിസിക്കൽ ഡിഫക്റ്റ് ഉള്ളത് ഫ്രീസിംഗിലാണ്, റെഫ്രിജറേഷനിലല്ല. ഓക്കെ, റെഫ്രിജറേഷനിലുള്ള ഡിഫക്റ്റ് ഏതാണ്? ഫിസിയോളജിക്കൽ ഡിഫക്റ്റ് ആണ്, ചില്ലിങ്, ഇഞ്ചുറി. ഷെൽഫ് ലൈഫ് ഓക്കെ എല്ലാവർക്കും അറിയാം. ഈ ഒരു ഫ്യൂ ഡേയ്സ് ടു മന്ത് ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു നോട്ട് ചെയ്യണം കേട്ടോ, കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വരാം. ഫ്യൂ ഡേയ്സ് ടു മന്ത്സ് വരെയാണ് മാക്സിമം മന്ത്സ്, മറ്റേത് മന്ത്സ് ടു ഇയേഴ്സ് ആണ് ഫ്രീസിംഗിൽ. സ്റ്റോറേജ് എൻവയോൺമെന്റ് എന്താണ്? നമ്മൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജും മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് യൂസ് ചെയ്യാറുണ്ട്. ഫ്രീസിംഗിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല, നോർമലി റെഗുലർ ആയിട്ടാണ്. മറ്റേത് 3 റെഗുലറും കൺട്രോൾഡും മോഡിഫൈഡും യൂസ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ റെഫ്രിജറേഷൻ ആൻഡ് ഫ്രീസിംഗ് എന്നുള്ള നമ്മുടെ ഈ യൂണിറ്റ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ സോറി ഫസ്റ്റ് ക്വസ്റ്റ്യന് സാൻഡിനെസ് കോസ് ചെയ്യാനുള്ള റീസൺ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സാൻഡിനെസ് ഡിഫക്ട് ഇൻ ഐസ്ക്രീം ഈസ് കോസ്ഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺ? ടെമ്പറേച്ചർ അബ്യൂസ് ഉണ്ട്, ഇൻഅപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഓഫ് ലാക്ടോസ് ഉണ്ട്, ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടന്റ്. യെസ്, അത് തന്നെ ശരി ഉത്തരം തന്നെയാണ്, ക്രിസ്റ്റലൈസേഷൻ ഓഫ് ലാക്ടോസ്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ, ശരി തന്നെയാണ്. സോ ടെമ്പറേച്ചർ അബ്യൂസ് എന്നുള്ളത് ഇതിന് വരെ അറിയാം. ഈ ഒരു ആൻസർ വരുന്നത് ഫ്രീസർ ബേണിന്, ഈ ഒരു ഓപ്ഷന്
ചൂസ് ചെയ്യാം. ടെമ്പറേച്ചർ അബ്യൂസ് വൺ ഓഫ് ദ റീസൺ കോസ് ആണ് എന്ത് ടെമ്പറേച്ചർ അബ്യൂസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ വായിക്കാം ആദ്യം. അതായത് സോറി, അസഷൻ റീസണിംഗ് അല്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ ടേക്സ് ലെസ് എനർജി ടു കൂൾ എ ഫുഡ് ജസ്റ്റ് അബൌവ് ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ് ദാൻ ടു ഫ്രീസ് ഇറ്റ്. പിന്നെ ദെൻ അല്ല കേട്ടോ, ദാൻ ടു ഫ്രീസ് ഇറ്റ് ആണ് കേട്ടോ, ദാൻ THA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് റെഫ്രിജറേറ്റഡ് പ്രൊഡക്ട്സ് ഹാവ് ടു ബി തോഡ് ബിഫോർ യൂസ്, എ പ്രോസസ് ദാറ്റ് മേ ടേക്ക് ആസ് long as 48 hours in case of large frozen foods. സോ ആൻസർ ചെയ്തോളൂ. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് റെഫ്രിജറേറ്റഡ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ തോ ചെയ്യണം, അതിന് ഏകദേശം 2 hours എടുക്കുമെന്നാണ് പറയുന്നത് ലാർജ് ഫ്രോസൺ ഫുഡ്സ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫാൾസ് ആണ്. കാരണം റെഫ്രിജറേറ്റഡ് പ്രൊഡക്റ്റിൽ തോയിങ് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. കാരണം റെഫ്രിജറേറ്റഡ് ഫുഡ് നമ്മൾ ഫ്രീസ് ആവുന്നില്ല. ഫ്രീസ് ചെയ്ത ഫുഡിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആവാനുള്ള റീസൺ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് ഞാൻ ഓൾറെഡി ആ ഒരു ഫ്രീസിംഗ് കർവിൽ പറഞ്ഞതാണ്. അതായത് ഫോർമേഷൻ ഓഫ് ടൈനി ഓർഡർ പാർട്ടിക്കിൾ ഡ്യൂ ടു അസോസിയേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് വിച്ച് ആക്ട് ആസ് ആൻ ആക്റ്റീവ് സൈറ്റ് ഫോർ ഐസ് ക്രിസ്റ്റൽ ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ് എന്നാണ്? പ്രീ കൂളിംഗ് സ്റ്റേജ്, സൂപ്പർ കൂളിംഗ് സ്റ്റേജ്, ന്യൂക്ലിയേഷൻ സ്റ്റേജ്, ടെമ്പറിംഗ് സ്റ്റേജ്. സോ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിന് ആൻസർ എന്താണ്? ന്യൂക്ലിയേഷൻ സ്റ്റേജ് ആണ്. അവിടെ ആ ഒരു സ്റ്റേജിലാണ് എന്ത് വരുന്നത്, ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസ് ക്രാക്ക് ഏത് ഫ്രീസിംഗ് ടെക്നിക്കിന്റെ പ്രശ്നമാണെന്നുള്ളതാണ്. സോ അതോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തു, ക്ലാസിന്റെ ടൈമിൽ വിട്ടുപോയതാണ്. സോ യെസ്, ശരിയാണ്, ക്രയോജനിക് ഫ്രീസിംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അതായത് പ്രോസസ് ഇൻ വിച്ച് ഹൈ വെലോസിറ്റി ഓഫ് കോൾഡ് എയർ ഈസ് യൂസ്ഡ് ടു ഫ്രീസ് ദ കോണ്ടാക്ട് ഫ്രീസിംഗ്, ക്വിക്ക് ഫ്രീസിംഗ്, ബ്രൈൻ ഫ്രീസിംഗ്, ബ്ലാസ്റ്റ് ഫ്രീസിംഗ്. പിന്നെ ആൻസർ ഏതായാലും ഓപ്ഷൻ 2 അല്ല, ബ്ലാസ്റ്റ് ഫ്രീസിംഗ് ആണ്. അതായത് അവർ ഓപ്ഷനിൽ എയർ ബ്ലാസ്റ്റ് എന്നുള്ള കാര്യം, എയർ ബ്ലാസ്റ്റ് ആണ്, നമ്മൾ എയർ ബ്ലാസ്റ്റ് ഫ്രീസിംഗ് എന്നാണല്ലോ പേര് പറഞ്ഞത്. അത് എയർ ഒരിടത്ത് ഒഴിവാക്കി, കാരണം അത് ആ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സംഭവം തന്നെയാണ്. അതായത് ഹൈ വെലോസിറ്റി എയർ പാസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് ഓഫ് ഫ്രീസിംഗ് ആണ്? എയർ ബ്ലാസ്റ്റ് ഫ്രീസിംഗ് ആണ്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ച ബ്ലാസ്റ്റ് ഫ്രീസിംഗ്. ക്വിക്ക് ഫ്രീസിംഗ് എന്നുള്ളത് ഫ്രീസിംഗ് മെത്തേഡ് ആണ്. അതായത് ഫ്രീസിംഗ് പ്രോസസ്സിന്റെ പാസ്റ്റ് അനുസരിച്ച് എന്താണ് ക്വിക്ക് ഫ്രീസിംഗ് എന്ന് പറയും. ഇൻ കേസ് ബ്ലാസ്റ്റ് ഫ്രീസിംഗ് ഇപ്പോൾ ഹൈ വെലോസിറ്റി കോൾഡ് എയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് ഫ്രീസിംഗ് നടത്താം. പിന്നെ കുറഞ്ഞ വെലോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ സ്ലോ ഫ്രീസിംഗ് നടക്കാം. സോ ആ ഫ്രീസിംഗ് പ്രോസസ്സാണ്. അതിപ്പോ എല്ലാ മെത്തേഡിലും നമുക്ക് എന്തുണ്ട്, അച്ചീവ് ചെയ്യാൻ കഴിയും, ക്വിക്ക് ഫ്രീസിംഗും സ്ലോ ഫ്രീസിംഗും. അല്ലാതെ അത് കോൾഡ് എയറിന് മാത്രം ഒരു സ്പെസിഫിറ്റി അല്ല. ഫോർ എക്സാമ്പിൾ ക്വിക്ക് ഫ്രീസിംഗ് എന്താണ്, നമ്മുടെ ക്രയോജനിക് ഫ്രീസിംഗും നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ക്വിക്ക് ഫ്രീസ് ചെയ്യാൻ കഴിയും. സോ ആ ഒരു മെത്തേഡിന്റെ ടൈമും അതിന്റെ ടെമ്പറേച്ചർ കൺട്രോളും ബേസ് ചെയ്തിട്ടാണ് ക്വിക്ക് ഫ്രീസിംഗ് ആണോ സ്ലോ ഫ്രീസിംഗ് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതിന്റെ ആൻസർ ശരിയാണ്, ഇതാണ് ബ്ലാസ്റ്റ് ഫ്രീസിംഗ് ആണ്. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, സെഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ അസഷൻ പറയുകയാണ് ക്യൂബ് ഫ്രീസിംഗ് ഈസ് കാരിഡ് ഔട്ട് ടെമ്പറേച്ചർ -17 to -46 ഫോർ 30 minutes. റീസൺ പറയുന്നു ക്യൂബ് ഫ്രീസിംഗ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്മോൾ ഐസ് ക്രിസ്റ്റൽ വിച്ച് വിൽ നോട്ട് ബ്രേക്ക് ദി സെൽ വാൾ. സോ സെഷനും റീസണും എന്താണ്? ശരി തന്നെയാണ്. ക്യൂബ് ഫ്രീസിംഗ് എന്താണ്? സ്മോൾ ഐസ് ക്രിസ്റ്റൽ ആണ്. പിന്നെ ക്യൂബ് ഫ്രീസിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ അങ്ങനെ ചെയ്യാം. ആദ്യം സ്റ്റേറ്റ്മെന്റ് എ, ബി ശരിയാണോ? പിന്നെ ഇത് രണ്ടും റിലേറ്റഡ് ആണ്, സംഭവം റിലേറ്റഡ് ആണ്. കാരണം ക്വിക്ക് ഫ്രീസിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഐസ് ക്രിസ്റ്റൽ ഫോം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ റെഫ്രിജറേഷൻ ഫ്രീസിംഗ് സെഷൻ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ക്രാക്ക് സംഭവിക്കുന്നത് ക്രയോജനിക്കിൽ മാത്രമാണോ അതോ ഇമ്മേഷനിലും സംഭവിക്കാറുണ്ടോ? സോറി, ഇതല്ലേ ഫ്രീസ് ക്രാക്ക്. ക്രാക്ക് സംഭവിക്കുന്നത് ക്രയോജനിക് ഫ്രീസിംഗിലും ഇമേഴ്ഷനിലും സംഭവിക്കാറുണ്ട്. ഇമേഴ്ഷന്റെ കേസിൽ ഇവിടെ പ്രത്യേകം പറയാത്തത്, കൂടുതലായിട്ടും ഇമേഴ്ഷനിൽ അങ്ങനെ ക്രാക്ക് വരാറില്ല. കൂടുതലായിട്ട് വരുന്നത് ക്രയോജനിക് ആണ്. ഇമേഴ്ഷൻ ഫ്രീസിംഗ് എന്ന് പറയുന്നത് ബ്രൈൻ യൂസ് ചെയ്തിട്ടാണ്. ഈ ബ്രൈൻ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെരി ലോ ടെമ്പറേച്ചർ, അതായത് -15 -16 ആ ഒരു ടെമ്പറേച്ചറാണ്. സോ അതാണ് നോർമലി കൊമേഴ്ഷ്യലി നമ്മൾ ഇമേഷൻ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ക്രാക്ക് വരും. പക്ഷേ
ജസ്റ്റ് ഇമോഷൻ ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ലോ ടെമ്പറേച്ചർ ബ്രൈനിൽ നമുക്ക് വേറെ ഫുഡും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. സോ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇമോഷൻ ഫ്രീസിംഗ്. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ പറയുന്നില്ല. പക്ഷെ ക്രയോജനിക് ഫ്രീസിംഗിൽ കൂടുതലായിട്ടും കാണുന്നത് ഈ ഒരു 4 ഓപ്ഷനിലുണ്ടല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ മോസ്റ്റ് പ്രോബിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ക്രയോജനിക് ഫ്രീസിംഗ് ആണ്. കാരണം ഇതിൽ ബോത്ത് സി ആൻഡ് ഡി എന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങനെ നോക്കാം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ക്രയോജനിക് ഫ്രീസിംഗ് ആണ്. കൂടുതലായിട്ട് എടുത്തു പറയുന്നതും ക്രയോജനിക് ഫ്രീസിംഗിലാണ് എന്തുള്ളത്, ഫ്രീസ് ക്രാക്ക് വരുന്നത്. കാരണം സോളിഡ് ഫുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്താണ് ക്രയോജനിക് പ്രൊട്ടക്റ്റന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും ടെമ്പറേച്ചർ കുറയുമ്പോൾ ക്രയോജനിക് ഫ്രീസിംഗ് വരാറുണ്ട്. മറ്റത് ഇമേഴ്ഷൻ ഫ്രീസിംഗിൽ ഫിഷ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കേസിൽ എന്താണ് ഇങ്ങനെ പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്താതെ ഇമേഴ്ഷൻ ഫ്രീസിംഗ് ചെയ്യുമ്പോൾ അതിൽ വരാറുണ്ട് എന്നാണ് പറയുന്നത്. സോ ചോദിച്ചത് ശരിയാണ്, ഇമേഴ്ഷൻ ഫ്രീസിംഗിൽ വരാറുണ്ട്. പക്ഷെ നമ്മൾ ഈ 4 ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ക്രയോജനിക് ഫ്രീസിംഗ് ആണ്. കാരണം അതാണ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിലും യൂസ് ചെയ്യുന്നത്. കാരണം ഇമേഴ്ഷൻ ഫ്രീസിംഗ് ക്രയോജനിക് ഫ്രീസിംഗ് ഉള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വെരി ഡിഫറെന്റ് ആണ്. സോ അവിടെ അങ്ങനെ ഫ്രീസ് ക്രാക്ക് കൂടുതലായിട്ടും പറയുന്നത് എന്താണ്, ക്രയോജനിക് ഫ്രീസിംഗിലാണ്.